സാൻഡ എക്സ്പ്രസ്സിലുള്ള യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വീണ്ടും തിരിച്ച് ഹെൽസിങ്കിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഇനി ഹെൽസിങ്കിയിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നില്ലേ, അപ്പോൾ കാണാണ്ട് കുറേ കാഴ്ചകൾ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഹെൽസിങ്കിയിൽ താമസിച്ച ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയയാണ്. അത് ഹെൽസിങ്കിയിലെ പോർട്ടിനടുത്തുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ആ പോർട്ടിനടുത്ത് തന്നെയാണല്ലോ നമ്മൾ ട്രെയിൻ വന്നിറങ്ങിയതിന് ശേഷം പോർട്ടിനടുത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ ഭാഗത്ത് തന്നെയാണ് നമ്മളിപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹെൽസിങ്കിയിലെ ലൂട്ടോക്ലിപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിൻ്റെ ഭാഗമാണ് ഇതെല്ലാതും തന്നെ. അപ്പോൾ ഇവിടെയാണ് ഈ ഷിപ്പ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ഹാർബറാണ്, അവിടെയാണ് ഈ ഷിപ്പ് നമ്മൾ കണ്ടതും. അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാഴ്ചയാണ് ഈ ലൂട്ടോക്ലിപ്പൻ എന്ന് പറയുന്ന ഒരു ഐലൻഡിലെ ഈ കാണുന്ന സരിസ്റ്റോ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റ്. ഇത് റെസ്റ്റോറൻ്റ് ആണോ വീടാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് റെസ്റ്റോറൻ്റ് ആണ് എന്ന് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കത്തീഡ്രലാണിത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഇവിടേക്ക് വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അവിടെ വരാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇന്നതാ ഞങ്ങളിതേ വീണ്ടും അവിടെ എത്തിയിരിക്കുകയാണ്. ഉസ്പെൻസ്കി കത്തീഡ്രൽ എന്നാണ് ഈ കത്തീഡ്രലിൻ്റെ പേര്. ഹെൽസിങ്കിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയമാണ് ഈ കത്തീഡ്രൽ. യൂറോപ്പിലെ റഷ്യൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ ഏറ്റവും വലിയ ഒരു ദേവാലയം കൂടിയാണ് ഇത്. ഗാത്തിക് രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1868 ആണ് ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞത്. ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കത്തീഡ്രലാണ്. നിങ്ങളവിടെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ പോകാനും ഫോട്ടോസ് എടുക്കാനും മറന്നു പോകരുത്. അത്രയും ഭംഗിയുണ്ട്. അതിൻ്റെ നൈറ്റ് വ്യൂവും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അടുത്തതായിട്ട് കാണാൻ പോകുന്നതാണ് ജൈൻറ്റ് വീൽ അഥവാ സ്കൈ വീൽ. ഏകദേശം 40 മീറ്റർ ഉയരമാണ് ഈ ജൈൻറ്റ് വീലിന് ഉള്ളത്. അതിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ആ നഗരത്തിൻ്റെ മൊത്തമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ ബാൾട്ടിക് കടലിൻ്റെ ദൂരെയുള്ള കാഴ്ചകളും കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ കണ്ട ഒരു കാഴ്ചയാണ് ഈ സെനറ്റ് സ്ക്വയർ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കണ്ടിരുന്നു. ആ സെനറ്റ് സ്ക്വയറിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഈ സ്റ്റാച്ചു അലക്സാണ്ടർ രണ്ടാമൻ്റെ സ്റ്റാച്ചു ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ അലക്സാണ്ടർ സെക്കൻഡ് മോണ്യുമെൻറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. 1863 ഇതിൻ്റെ പണി തീർന്നത്. റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നു അലക്സാണ്ടർ രണ്ടാമൻ. പക്ഷേ ഫിൻലാൻഡിലുള്ള ജനങ്ങൾക്ക് ഈ അലക്സാണ്ടർ രണ്ടാമനെ വളരെ ഇഷ്ടമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം അവരുടെ അവകാശങ്ങൾ കാക്കാനായിട്ട് അദ്ദേഹം ഒരു പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത പരിപാടി ലഞ്ച് കഴിക്കലാണ്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം പോയ അതേ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് ഇന്ത്യൻ ഫുഡും കിട്ടും, പിസ്സ ബർഗർ പോലുള്ള ഐറ്റംസും കിട്ടും. അപ്പോൾ ഇന്ത്യൻ ഫുഡിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഗീ റൈസ്, ചിക്കൻ കറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടി. അതുപോലെ തന്നെ മറ്റ് ഐറ്റംസ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ആയിട്ടുള്ള പിസ്സ ബർഗർ, പിന്നെന്താ കട്ട്ലൈറ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഫുഡൊന്നും തന്നെ കുഴപ്പമില്ലായിരുന്നു. ബുഫേ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എടുക്കുമായിരുന്നു. ഈ പിസ്സ തന്നെ 2ഉം 3ഉം സൈസിലുള്ള പിസ്സകളുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ആണെന്ന് വെച്ചാലും നമുക്ക് കഴിക്കാവുന്ന സ്പൈസി ആയിട്ടുള്ള ഫുഡായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സോ ഞങ്ങളെല്ലാവരും തന്നെ അത് ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത്. അതുപോലെ തന്നെ പൊട്ടറ്റോ ചിപ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. സോ പേഴ്സണലി ഞങ്ങൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ബ്രെഡൊക്കെ കഴിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലതാണല്ലോ നമ്മളുടേതായ ഫുഡ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇനി ബസ്സിലേക്ക് തന്നെ കയറുകയാണ്. ഇനി നമ്മൾ ഫെറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2-3-4 ദിവസമായല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ നന്നായി പരിചയപ്പെട്ടു. ഈ ഗ്രൂപ്പ് ടൂറിൻ്റെ ഏറ്റവും വലിയ ഒരു മേന്മ എന്ന് പറയുന്നതും അതാണ്. അതായത് നമ്മൾ മാത്രമാണ് പോകുന്നതെങ്കിൽ നമ്മൾ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുള്ളൂ. അതല്ലാതെ പുറത്ത് നിന്ന് ഒരാളായിട്ടും വലിയ കമ്പനി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഗ്രൂപ്പ് ടൂർ ആകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ
നമ്മളെല്ലാവരും തന്നെ ആ ബസ്സിലുള്ളവരായിട്ട് മിങ്കിളായാനായിട്ട് പരമാവധി ശ്രമിക്കും. ഞാൻ പറയുന്നത് എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നല്ല സഹകരണമുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ നല്ലവരും എല്ലാം കൊണ്ടും ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ ഏകദേശം വിട്ടുപോരാറാകുമ്പോഴേക്കും ഒരു കുടുംബം പോലെയായി. എല്ലാവരെയും സഹായിക്കാനായാലും എന്തിനാണെങ്കിലും എല്ലാവരും മുൻപന്തിയിലുണ്ടായിരുന്നു. പിന്നെ അക്ഷരശ്ലോകമായി, പിന്നെ അതുപോലെ ഒരു കൊച്ചു കൊച്ചു മത്സരങ്ങളായി. പിന്നെ അങ്ങനെ ബസ് പിന്നീട് അങ്ങ് ഉണർന്നു പോയി. പിന്നെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ബസ് യാത്രയിൽ നമുക്ക് ബോറടി എന്ന് പറയുന്ന ഒരു സംഭവം ആർക്കും ഇല്ലായിരുന്നു. കാരണം ആർക്കും ഉറങ്ങാനുള്ള സമയവും അങ്ങനെ കിട്ടിയിരുന്നില്ല. നമ്മൾ ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പോകുമ്പോൾ ഒരിക്കലും ഗ്രൂപ്പ് ടൂറിനൊന്നും ഉറങ്ങാൻ പാടില്ല കേട്ടോ. കാരണം ഉറങ്ങിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗത്തുള്ള കാഴ്ചകൾ നഷ്ടപ്പെടുമല്ലോ. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ട് നമ്മൾ സുന്ദരമായിട്ട് ആ യാത്ര ആസ്വദിക്കാൻ ശ്രമിക്കണം. നമ്മളിനി പോകുന്നത് ഫെറിയിലേക്കാണ്. അതായത് MS ഫിൻലാൻഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെറിയാണ് നമുക്ക് ഉള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫെറിയുടെ അവിടെ വരുമ്പോൾ ഇതിൽ ഈ മെഷീൻസ് കണ്ടോ, ഇതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പാസ്പോർട്ടും അതിൻ്റെ നമ്മളുടേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ബോർഡിംഗ് പാസും സംഭവങ്ങളൊക്കെ തന്നെ അതിൽ തന്നെ വരും. നമ്മൾ മാനുവലായിട്ട് വേറെ അടുത്ത് പോയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ മെഷീൻസിൽ എല്ലാതും ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഫെറി ഉണ്ടല്ലോ, ഈ ഫെറി ഹെൽസിങ്കി തൊട്ടിട്ട് എസ്റ്റോണിയയിലെ ടാലിൻ വരെ യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ഫെറിയാണ്. എക്കറോ ലൈൻ എന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു ഫെറി കൂടിയാണ് ഇത്. ഗൾഫ് ഓഫ് ഫിൻലാൻഡിലത്തെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു യാത്രാനുഭവമായിരിക്കും ഈ ഫെറിയിൽ നമുക്കുണ്ടാവുക. അപ്പോൾ ഈ ഫെറിയുടെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ആയി കഴിഞ്ഞെന്ന് വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോയാൽ മതി. അപ്പോൾ നമ്മൾ ഇത്തിരി നേരം അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി അതിനൊക്കെ ശേഷമാണ് ഫെറിയുടെ അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫെറിയുടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വന്ന വണ്ടികളുണ്ടല്ലോ, അതായത് ഞങ്ങൾ വന്ന ബസ് അടക്കം ബാക്കി യാത്രക്കാരടങ്ങുന്ന ഒരുപാട് വണ്ടികൾ ഇവിടെ താഴത്ത് നിന്നിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ ഫെറിയിൽ ബസ് അടക്കമാണ് കയറുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. ഒന്ന് നമ്മുടെ ഹംസക്ക, പിന്നെ ഒന്ന് സിവി സാറ്, ഒന്ന് വിപിൻ, പിന്നെ അപ്പുറത്ത് തന്നെ സുനിൽ നിൽക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നുണ്ട്. ഈ വിപിൻ ഒരു ബിസിനസ് മാനാണ്, അതുപോലെ സിവി സാറ് ഡോക്ടറാണ്, ഹംസ സാറ് ഒരു ഫാർമസിസ്റ്റാണ്, സുനിൽ ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. അതുപോലെ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് എൻ്റെ ഹസ്ബൻഡ് നിൽക്കുന്നുണ്ട്. ഇവരൊക്കെ അന്താരാഷ്ട്ര ചർച്ചയിലാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അന്താരാഷ്ട്ര ചർച്ചയൊന്നുമല്ല, വെറുതെ ബസ്സിൽ നടന്ന ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരിങ്ങനെ ചിരിച്ചോട് നിൽക്കുകയാണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫെറീനെ പറ്റിയാണല്ലോ. അപ്പോൾ ഈ ഫെറിയിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്സടക്കം ഈ ഫെറിയുടെ ഉള്ളിലേക്ക് കയറ്റും. ബസ്സൊക്കെ വേറെ താഴത്തെ തട്ടിലാണെന്ന് തോന്നുന്നു എല്ലാ ബസ്സൊക്കെ സ്റ്റോർ ചെയ്ത് നിർത്തുന്നത്. അതിനുശേഷം അപ്പോൾ ലഗേജൊന്നും നമ്മളുടെ കയ്യിൽ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫെറിയിൽ നിന്ന് ഇറങ്ങണ സമയത്ത് നമ്മൾ പിന്നെ കയറുന്നത് തിരിച്ച് നമ്മളുടെ ബസ്സിലേക്ക് തന്നെയാണ്. ബസ് ഈ പോർട്ടിൻ്റെ പുറത്ത് കൊണ്ടുപോയി നിർത്തും. അപ്പോൾ അവിടേക്ക് നമ്മൾ നടന്നു പോയി ആ ബസ്സിനുള്ളിലേക്ക് കയറിയാൽ മതി. അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരുപാട് സൗകര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മളുടെ ഒപ്പമുള്ള ടൂർ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ തന്നെയാണ് ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഫെറി കണ്ടിട്ട്, കാരണം എനിക്ക് ലഗേജ് എടുക്കാനില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയ ഒരു കാര്യം. കാരണം എല്ലായിടത്തേക്കും ലഗേജ് വലിച്ചു കൊണ്ടുപോകേണ്ട ഒരാവശ്യം ഈ ഫെറി എടുക്കുമ്പോൾ നമുക്ക് വരുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ ഏകദേശം 2-2.5 മണിക്കൂർ യാത്രയെ ഈ ഫെറിയിൽ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്ര നമുക്ക് കടലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു യാത്രയായിട്ട് എനിക്ക് തോന്നി. ഏകദേശം 2500 യാത്രക്കാരാണ് കേട്ടോ ഈ ഫെറിയിൽ ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ 665 വാഹനങ്ങളുമാണ് ഈ ഫെറിയിൽ ഇവർ കയറ്റുക. ഇതാണ് ഞങ്ങൾ കയറാൻ പോകുന്ന ആ ഫെറി. പിന്നെ ഈ ഫെറിയുടെ ഉള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാവിധ സൗകര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെന്ന് വെച്ചാൽ ബിസിനസ് ലോഞ്ചും സംഭവങ്ങളൊക്കെ അതിനുള്ളിലുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായ ക്യാബിൻസ് വേണം എന്നുള്ളവർക്ക് അങ്ങനെയുള്ള റൂമുകളുണ്ട്. ബാക്കി സൗകര്യങ്ങളെല്ലാതും ആ ക്യാബിൻസിൽ ഉണ്ടാവും താനും. അതുപോലെ പിന്നെ ഒരു പ്രത്യേകത എന്തുട്ടെന്ന് വെച്ചാൽ ഈ ഫെറിയുടെ ഉള്ളിൽ 2 ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും കിട്ടും.
പിന്നെ ഇത് കൂടാണ്ട് കോൺഫറൻസ് സെൻറ്ററുകൾ, ലോഞ്ചുകൾ, പിന്നെ ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങളുണ്ടല്ലോ അതൊക്കെ തന്നെ ഈ ഫെറിയുടെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ 2.25 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ നമുക്ക് ചിലവഴിക്കാനായിട്ട് വേറെ ബോറടിയൊന്നും തോന്നില്ല. നമ്മളെല്ലാവരുടെയും ശരിക്കും ഒന്ന് ചുറ്റി കണ്ടു കഴിഞ്ഞെന്ന് വെച്ചാൽ തന്നെ ആ 2-2.5 മണിക്കൂർ പോവും. ഇതിനുള്ളിലായിട്ട് ഒരു ബാറൊക്കെ ഉണ്ട്. അപ്പോൾ അതവിടെ അപ്പുറത്ത് കണ്ടാണ് ബാറ്. അപ്പോൾ ആ ബാറിൻ്റെ ഉള്ളിൽ ലൈവായിട്ട് മ്യൂസിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഓരോ തട്ടിലേക്കും നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ട് വേണമെങ്കിൽ പോവാം. അവിടെ പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഡെസ്കിലെത്തിയപ്പോൾ നല്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വെച്ചാൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്, തണവുമുണ്ട്. അപ്പോൾ അതല്ലാതെ വേറെ ബുദ്ധിമുട്ട് ഇപ്പം ഞങ്ങൾ ഈ വന്ന സമയത്ത് അധികം ആരും തന്നെ മുകളിലുണ്ടായിരുന്നില്ല. കുറച്ചധികം വെയിലുണ്ടായിരുന്നു ആ സമയത്ത്. തണവുണ്ടെങ്കിലും കൂടിയിട്ട് വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിലുള്ള കാരണം കൊണ്ടായിരിക്കാം അധികം ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കണ്ടു. പോയിട്ട് അവിടെ ഇവിടെ നിന്നിട്ടൊക്കെ കുറേ അധികം ഫോട്ടോസ് എടുത്തു. പിന്നെ ഇവിടെ തന്നെ ഷോപ്പിങ്ങിനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഷോപ്പ് ചെയ്യേണ്ടവർക്ക് ഷോപ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഏറ്റവും മുകളിലത്തെ ഡെസ്കിലുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഷോപ്പ് കാണുന്നത് കണ്ടോ, ആ ഷോപ്പിൽ നിന്ന് നമുക്ക് ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ്, സ്നാക്സ് സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ലിക്വർ വേണ്ടവർക്ക് അതും കിട്ടും. ബീറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കയറുമ്പോൾ അധികാരം ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെയൊക്കെ നിറയെ ആൾക്കാരായി. ഞങ്ങൾ ആദ്യം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ട് കുറേയധികം ഫോട്ടോസ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ താഴത്ത് പോയി. പിന്നെ ഞങ്ങൾ കയറി വരുമ്പോഴേക്കും നിറയെ ആൾക്കാരാണ് ഇതിൻ്റെ മുകളിലുണ്ടായിരുന്നത്, ഇഷ്ടപ്രകാരം ആൾക്കാർ. പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടാതായി. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് അത്യാവശ്യം നല്ല കാറ്റ് വീശും. പക്ഷേ നമുക്ക് കടലിൻ്റെ വ്യൂ ഒക്കെ നല്ല രസമായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ടെന്ന്. അപ്പോൾ ആ ഷോപ്പിംഗ് സെൻറ്ററുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഫ്രാഗ്രൻസുകൾ, അതുപോലെ ചോക്ലേറ്റ്സ്, ബീവറേജസ് എല്ലാതും കിട്ടും. അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ആ ഷോപ്പുകളിലുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഷിപ്പിൽ കയറുന്നത്, ഇങ്ങനെയുള്ള ഒരു ഷിപ്പിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊക്കെ വലിയ ഒരു അതിശയമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഷോപ്പിങ്ങിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ നമ്മളൊരു ടൂറിസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ ടാക്സ് ഫ്രീ ആയിട്ട് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഐ മീൻ ലിക്വർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ചോക്ലേറ്റ് ആയിക്കോട്ടെ, അതിലെല്ലാത്തിനും അവർ ഡിസ്കൗണ്ട് തരുന്നുണ്ട്. ടാക്സ് ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പം തന്നെ തരുന്നുണ്ട്. അതല്ലാണ്ട് ഞങ്ങൾ തായ്ലൻഡിലൊക്കെ പോയ സമയത്ത് എങ്ങനെയായിരുന്നു വെച്ചാൽ അത് പാസ്പോർട്ടിൽ അടിച്ചിട്ട് ഇവിടെ നിന്നായിരുന്നു, എയർപോർട്ടിൽ നിന്നായിരുന്നു കിട്ടിയിരുന്നത്. ഇവിടെ അതൊന്നുമല്ല, അപ്പം തന്നെ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഐറ്റംസ് കിട്ടുന്നുണ്ട്. ഇത് ഏറ്റവും മുകളിലുള്ള ഭാഗമാണ്. ഇവിടെ പോയി നിന്ന് കഴിഞ്ഞെന്ന് വെച്ചാൽ കുറേയധികം ഫോട്ടോസൊക്കെ എടുക്കാമെന്നുള്ളൊരു ഭാവത്തിലാണ് പോയത്. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന, ഞാൻ പറയുന്നില്ലേ കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു എന്ന്, അവരുടെയൊക്കെ സഹായം കൊണ്ട് കുറേയധികം നല്ല ഫോട്ടോസ് ഞങ്ങളുടേതായിട്ട് കിട്ടി. പിന്നെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയയിൽ ലൈവായിട്ട് മ്യൂസിക് ഉണ്ടെന്ന്, അത് ഇവിടെയാണ് കേട്ടോ. ഈ ഭാഗത്ത് വന്നപ്പോൾ ലൈവായിട്ടുള്ള മ്യൂസിക് ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവരിതാ എന്തിനോ റെസ്റ്റ് എടുക്കാനോ മറ്റോ ആയിട്ടോ പോയി. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് ഈ മ്യൂസിക് കാണുന്നുണ്ട് കേട്ടോ. ആദ്യം വന്നിരിക്കുന്നവർക്ക് അവിടെയൊക്കെ സീറ്റ് കിട്ടും. അല്ലാത്തവരിങ്ങനെ ഷിപ്പിൻ്റെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും. കാരണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അവിടുത്തെ സീറ്റൊക്കെ പോയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഷോപ്പിംഗ് ഏരിയ. നമ്മൾ ശരിക്കും കാണുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ തന്നെ ഉള്ള ഒരു സ്ഥലം. വലിയൊരു മാളായിട്ട് പ്രതീക്ഷിക്കരുത്, എങ്കിലും ഒരുവിധം തെറ്റില്ലാത്ത മാൾ തന്നെയാണ് കേട്ടോ. അതിനുള്ളിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെയോ ചോക്ലേറ്റും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ തിരിച്ച് വീണ്ടും വന്നതാ ഇതിൻ്റെ മുകളിൽ തന്നെ കുറേ നേരം നിന്നു. കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചു ഞങ്ങൾ അവിടെ നിന്ന്.
അപ്പോൾ നോക്കുമ്പോഴേക്കും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ളവർ ഇതാ റീൽസ് എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവർ റീൽസ് എടുക്കുന്നതൊക്കെ ഒന്ന് നോക്കി നിന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും താഴത്തേക്ക് പോയി. താഴത്ത് പോയിട്ട് നമ്മളുടെ തന്നെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാവരും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ ഈ ഭാഗത്ത് ഏറ്റവും മുകളിലത്തെ ഡെസ്കിൽ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ വാങ്ങിച്ചതിന് ശേഷം ആണ് ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ വൈഫൈ കിട്ടുന്നുള്ളത്. അപ്പോൾ വൈഫൈ ഒക്കെ കുറേ നേരം നോക്കിയിരുന്ന് നമ്മളുടെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസും സംഭവങ്ങളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ താഴത്ത് പോയത് കേട്ടോ. അപ്പോൾ താഴത്ത് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ തന്നെ ഗ്രൂപ്പിലുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ കണ്ടു. അവരൊക്കെ ആയിട്ട് കുറേ നേരം സംസാരിച്ചു. അതിന് ശേഷം അപ്പോഴേക്കും നമ്മൾക്ക് ഇറങ്ങാറിൻ്റെ സമയമായി തുടങ്ങി. നമ്മൾ ലൈനപ്പ് ആയി തുടങ്ങി പിന്നെ. അപ്പോൾ അതാ കുറേ ആൾക്കാർ ഇവിടെ നമ്മളുടെ ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഇത് മുഴുവനും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. പിന്നെ ഒരു കാര്യം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഫെറിയുടെയൊക്കെ ഏറ്റവും മുകളിലത്തെ ഡെക്കിൽ നിങ്ങൾ പോകുന്നുണ്ടെന്നെങ്കിൽ പോണ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഒന്നുകിൽ മങ്കി ക്യാപ്പ് അതല്ലെങ്കിൽ ചെവിയിൽ പഞ്ഞി വയ്ക്കാനായിട്ട് മറക്കരുത്. എസ്റ്റോണിയയുടെ കാഴ്ചകളുമായിട്ട് ഇനി നമുക്ക് അടുത്തൊരു ദിവസം കണ്ടുമുട്ടാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.